പാലാ നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണച്ചു. ചെയർമാൻ ഷാജു തുരുത്തേൽ ഇതോടെ പുറത്തായി. ഭരണപക്ഷാംഗങ്ങളെല്ലാം ഷാജുവിനെതിരെ വോട്ട് ചെയ്തു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി, എന്താണ് പാലാ നഗരസഭയിൽ നടന്നത്? സുജയ, LDFന് ആധിപത്യമുള്ള നഗരസഭ, അതായത് പാലാ നഗരസഭയിൽ LDFന് 17 അംഗങ്ങളും UDFന് 9 അംഗങ്ങളുമാണ് ഉള്ളത്. ഇവിടെ LDFന്റെ ചെയർമാനെ LDF തന്നെ പുറത്താക്കി എന്നുള്ളൊരു സവിശേഷ സാഹചര്യമാണ് ഉള്ളത്. അതിന് കാരണം സുജയ, ചെയർമാന്റെ സമയം, അതിന്റെ കാലപരിധി കഴിഞ്ഞതാണ്. അവർ ടേം വച്ചിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ടേം വെച്ചെങ്കിലും ചെയർമാൻ പുറത്തു പോകാൻ തയ്യാറായിരുന്നില്ല. ആ സമയമാണ് ഇപ്പോൾ കോൺഗ്രസ്, പ്രതിപക്ഷം, കേരള കോൺഗ്രസ് ഉണ്ട്, UDF അവിശ്വാസം കൊണ്ടുവന്നത്. ചെയർമാൻ ഷാജു തുരുത്തനാണ് ഈ ടേം കഴിഞ്ഞിട്ടും ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറാതെ തുടർന്നിരുന്നത്. ഈ സമയത്ത് അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവരുന്നു. അതായത് നഗരസഭയുടെ കാര്യക്ഷമമായി നഗരസഭ പ്രവർത്തിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസം കൊണ്ടുവന്നതിന് ശേഷമാണ് നാടകീയമായ മറ്റ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ ഈ UDFന് 9ഉം LDFന് 17ഉം. ഈ UDFിലുള്ളത് കേരള കോൺഗ്രസിന് 5, കേരള കോൺഗ്രസ് ജോസഫിന് 3, സ്വതന്ത്രന് 1. ഇതിലെ സ്വതന്ത്രൻ ജിമ്മി ജോസഫാണ് ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഇത്തരത്തിൽ നഗരസഭയുടെ ഭരണമില്ലായ്മ, ഭരണസ്തംഭനത്തിനെതിരെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥത ഒക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇന്നുണ്ടായിരിക്കുന്ന സവിശേഷമായ സാഹചര്യം, ഈ 9 പേർ, UDFിലുള്ള 9 പേരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDFിലാകട്ടെ 17 പേരുണ്ട്. അതിൽ 14 പേർ ഹാജരായി. ഈ 17 പേർ ഹാജരായതിൽ 14, ഇപ്പോൾ ഈ 14 പേരുടെ പിന്തുണ വേണം അവിശ്വാസം ഇവിടെ വിജയിക്കാൻ. 14 പേരും LDFുകാർ തന്നെ വോട്ട് ചെയ്തു. അതായത് പ്രമേയത്തെ അനുകൂലിച്ച് ഭരണസമിതി അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു. പ്രമേയത്തെ അനുകൂലിച്ച് ഭരണസമിതി അംഗങ്ങൾ വോട്ട് ചെയ്തതോടുകൂടി ചെയർമാൻ പുറത്തായിരിക്കുന്നു എന്ന് ചുരുക്കി പറയാം. സ്വന്തം ചെയർമാനെ കേരള കോൺഗ്രസ് അങ്ങനെ പുറത്താക്കിയിരിക്കുകയാണ് പാലാ നഗരസഭയിൽ.